ഹലോ കുട്ടിമണീസ്, ഇറ്റ്സ് മീ ദിൽന അർജുൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചപ്പാത്തി കുഴക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഉള്ളത്. അപ്പം ചപ്പാത്തിക്കുള്ള മാവെല്ലാം കുഴക്കുമെന്ന് കേട്ടോ. ഞാൻ വീഡിയോ ഓണാക്കി വെച്ച് കണ്ടിട്ട് അമ്മയെല്ലാം ഏത് വഴിക്കാണ് ഓടിയതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അവിടുന്ന് കുഴച്ച് വെച്ചതിന് ശേഷം പിന്നെ അലക്കാനുള്ള തുണിയെല്ലാം വാഷിംഗ് മെഷീനിൽ ഇട്ട് കേട്ടോ. എന്നിട്ട് അത് അവിടെ നിന്നാവുമല്ലോ. അപ്പോൾ നമ്മൾ ചപ്പാത്തി ചൂടുന്ന സമയം കൊണ്ട് അതൊക്കെ അവിടെ നിന്നാകും. അപ്പോൾ അതെല്ലാം തുണിയെല്ലാം ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ചപ്പാത്തീൻ്റെ മാവ് ഇങ്ങനെ കുഴച്ച് ഉണ്ടയാക്കിയിട്ട് അവിടെ വെക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാം കുഴച്ച് വെച്ചതിന് ശേഷം പിന്നെ അത് ഇങ്ങ് പരത്തിയിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക അത് ചെയ്യുക. ഞാൻ ചപ്പാത്തി പരത്തുന്നതിന് വലിയ ആകൃതിയോ ഷേപ്പോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എങ്ങനെയല്ലോ ആണ് പരത്തുക. പക്ഷേ ഈ ചപ്പാത്തി പരത്തുന്നുണ്ട ഇത് ഏകദേശം ഒരു വൃത്താകൃതിയിലെല്ലാം വരുന്നുണ്ട്. പരത്തി വരുമ്പോൾ ഏകദേശം അതുപോലെയെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തി എല്ലാം പരത്തിയിട്ട് വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇനി അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനെല്ലാം ഞാൻ അടുപ്പത്ത് വെക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇത് അടുപ്പത്ത് വെച്ച് ഞാൻ എവിടെയോ പോയിട്ടാവുള്ളൂ, എന്നെ ഇവിടെ കാണുന്നേയില്ല. അതിപ്പോൾ ഓരോന്ന് കരിഞ്ഞായിരിക്കും. പകുതി കരിഞ്ഞിട്ടും പകുതി നല്ലതുമായിട്ടാണ് സാധാരണ എനിക്ക് ചപ്പാത്തി കിട്ടലുള്ളത്. അപ്പം നമുക്ക് ചപ്പാത്തിയെല്ലാം ഒന്ന് വേഗത്തിൽ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. ഏട്ടൻ മോനെ ഇതാ ചപ്പാത്തിയിൽ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പം അതേപോലെ നല്ലോണം ചുട്ടെടുക്കുക, ഓരോന്നായിട്ട് ചുട്ടെടുക്കുക കേട്ടോ. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ചപ്പാത്തീൻ്റെ പൊടിയാണ് കേട്ടോ. അധികാളം പറഞ്ഞത് എല്ലാവർക്കും ചപ്പാത്തി പരത്തിയാൽ അധികം നല്ലതായിട്ട് കിട്ടാറില്ല. പുട്ട് ഇട്ടാലും ദോശക്ക് നല്ലതാണ്, ചപ്പാത്തിക്ക് അധികം നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാം കൂട്ടി ഫുഡ് കഴിച്ചതിന് ശേഷം മുടി വന്ന് ചിക്കനും കളയാൻ വേണ്ടി മുറ്റത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുടി അകത്തുനിന്ന് ഞാൻ വാരലില്ല, പുറത്ത് ഇറങ്ങിയിട്ട് തന്നെയാണ്. അപ്പോൾ ആണ് ഒരു കുരുമുളക് പകുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമെന്ന് വേറെ ഇപ്പോൾ മേലോട്ട് പകുത്തിയിട്ടുണ്ട്. അതെന്തായാലും എനിക്ക് എത്തൂല. അപ്പോൾ ഞാൻ നോക്കുമെന്ന് അപ്പുറത്തെ സൈഡായിട്ടുണ്ടോ എന്ന് നോക്കുമെന്ന് കേട്ടോ. കുറിഞ്ചിയെല്ലാം മാറ്റിയിട്ട് റെഡി ആയിട്ടുണ്ട്. ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. പോകുന്നു, ഹെൽമെറ്റ് കൊടുത്തിട്ട് പോകുമെന്ന് കേട്ടോ. അപ്പം ഞാൻ നോക്കുമെന്ന് കേട്ടോ, ബാക്കിലോട്ട് പോകുന്നതെല്ലാം നോക്കുമെന്ന്. അതിന് ശേഷം അകത്ത് വന്ന് മുടിയൊന്ന് നോക്കി ഏത് തരത്തിൽ കെട്ടണം. ലാസ്റ്റ് അവസാനം ഈ ഒരു മടഞ്ഞടലിട്ട് അതാണ് കുറച്ച് സേഫായിട്ട് തോന്നുന്നത്. അപ്പം അടിച്ചു വരാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അതിന് ശേഷം ഞാൻ മാച്ചിലെടുത്തിട്ട് വന്നിട്ട് അകയിലൊന്ന് അടിച്ചു വരാൻ തുടങ്ങി കേട്ടോ. ഞാൻ എപ്പം പറയുന്ന പോലെ തന്നെയാണ്, ദിവസവും പൊടി തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ അടിച്ച് വരുമെന്ന് കേട്ടോ. ഓരോന്ന് എനിക്ക് ഏറ്റവും വലിയ പണിയെന്നറിയാം, ഈ ചെക്കൻ്റെ ഈ കളിപ്പാട്ടെല്ലാം എടുത്ത് പൊറുക്കി വെക്കലാണ് ഏറ്റവും വലിയ പണി. എനിക്ക് ഏറ്റവും മടിയുള്ളതാണ് അതുപോലെ തന്നെ എല്ലാം എടുത്ത് വെച്ചാലും അതേപോലെ തന്നെ ഇനിയെല്ലാം തന്നെ ഇടുകയും ചെയ്യുവേ. അപ്പോൾ ഞാൻ അടിച്ച് വരട്ടെ. അതിലിടയ്ക്ക് ഇവൻ എൻ്റെ കാട്ടൻ കോയിലെടുത്തിട്ട് എടുത്തിട്ട് മുറ്റത്ത് കൊണ്ടുപോയി ചാടി കേട്ടോ. അത് ഞാൻ അവനെ നൈസായിട്ട് ഒന്ന് കലമ്പി സ്വിച്ചിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കാട്ടൻ കോരി എടുത്തവനെ അപ്പാട് പറപ്പിച്ച് കളഞ്ഞ്. അതിനുശേഷം ഈ ആംബുലൻസിൻ്റെ ഈ വണ്ടി കൊണ്ട് കളിക്കാൻ തുടങ്ങി കേട്ടോ. അതാ ഒരു വീഴ്ച തന്നെ ആരെങ്കിലും കണ്ടോ നോക്കുക. ഓൻ ഒറ്റക്ക് വീണാൽ ഓൻ്റെ ഒരു മിസ്റ്റേക്കിലാണ് ഓൻ വീണതെങ്കിൽ ഓൻ അനങ്ങൂല, ഓൻ കരിയൂല കേട്ടോ. അഥവാ നമ്മളെ കൈമെന്ന നമ്മളെ അടുത്തുള്ള സമയത്തോ നമ്മളെ കൈമെന്നുണ്ടെങ്കിൽ അതിനെ പിന്നെ ലോകത്തെല്ലാവരും അറിയിക്കുകയും ചെയ്യും. പിന്നെ ഓരോരുത്തരുടെ റൂമിൽ പോയിട്ട് സെപ്പറേറ്റ് പോയി പറയുകയും ചെയ്യും, അങ്ങനെ ചെയ്തത് തന്നെ ഇങ്ങനെ ചെയ്തത്. അപ്പം ഇന്ന് ഉണക്കച്ചെമ്മീൻ്റെ കറിയാണ് വെക്കുന്നത്. അപ്പോൾ തേങ്ങയൊന്ന് ഒഴിക്കാനുണ്ട്. എല്ലാം ഉടച്ച് അതിനുള്ള വെള്ളം ഞാൻ തന്നെ കുടിച്ചു കേട്ടോ. പിന്നെ അത് ഉണക്കച്ചെമ്മീൻ ഇങ്ങനെ ചീനിച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ചൂടാക്കിയ ശേഷം പിന്നെ അതിൻ്റെ ആ അതൊന്നിങ്ങനെ നമ്മൾ കുത്തി ഉടക്കും. അതിൻ്റെ തലയെല്ലാം ഒന്ന് ഉടച്ചങ്ങ് കളയും, തലയെടുക്കൂല. പിന്നെ മാങ്ങ ഇട്ടിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ. നല്ല പുളിയുണ്ട്, നല്ല പുളി വെച്ചാൽ അമ്മാതിരി പുളിയാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് കൊണ്ടു കൊടുത്ത കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചമാങ്ങ. അപ്പോൾ കഴിച്ചോളും. അപ്പം
അതെല്ലാം മുറിച്ചിട്ടിട്ട് കേട്ടോ. പച്ചമാങ്ങയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലെല്ലാം അവിടെ മുറിച്ചിട്ട് വെച്ച്. ഈ ഉണക്കച്ചെമ്മീൻ്റെ കറി പെട്ടെന്നാവും, മീൻകറി പോലെയല്ല. മീൻകറി നമ്മൾ മുറിക്കാൻ നിൽക്കണ്ട, മീൻ അത് പണിയാണ്. ഇതാകുമ്പോൾ എളുപ്പ പണിയാണ്, വേഗത്തിലായിക്കോളും. ഈ കാണുന്നത് പോലെ തന്നെ കുനുകുനാന്ന് ഇഞ്ചിയും മാങ്ങയും എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാങ്ങയിട്ടാൽ നല്ലോണം പുളിയിറങ്ങുമെന്ന് പറയുന്നത് കേൾക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ കുനുകുനാന്ന് മുറിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ നീളത്തിൽ മുറിച്ചിടാം, നീളത്തിൽ മുറിച്ചിടുന്നവരുണ്ട്. ഇപ്പോൾ ഹോട്ടലിലെല്ലാം പോയാൽ കാണാം മാങ്ങ നീളത്തിലുണ്ടാവും. ഞാനിങ്ങനെ ചെറുങ്ങനെയാണ് മുറിച്ചിടാം, അപ്പോൾ നല്ലോണം പുളി ഇറങ്ങിക്കോളും അതിൻ്റെ. അതിനുശേഷം പിന്നെ കറിയിലേക്ക് വിടുന്ന തേങ്ങ ചിരണ്ടാനുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ ചിരണ്ടുവന്ന് അത് കുറച്ചധികം വേണ്ടി വരും. ചെമ്മീൻ കറി ഉണക്ക ചെമ്മീനാകുമ്പോൾ വേഗം തീരും. നമുക്ക് എത്ര തേങ്ങ അരച്ചാലും വേഗം തീരും. മീൻ കറി പോലെയല്ല, ഇത് വേഗം തീരും. ഇന്ന് അടുപ്പത്ത് വെക്കുന്നില്ല, ഗ്യാസുമ്മല വെക്കുന്നത് കേട്ടോ. നമ്മൾ ചിമ്മിണി തേക്കുന്നുണ്ട്, അപ്പോൾ സിമെൻറ്റെല്ലാം താഴേക്ക് വീഴുന്നതുകൊണ്ട് ചോറ് ഗ്യാസുമ്മല വെക്കുന്നത്. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്, അപ്പോൾ അരിയെല്ലാം ഒന്ന് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ടിനെ കുറച്ചാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഇത് നെയ്ച്ചോറ് ഇത് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് വെക്കുന്നത്. ആദ്യം ഞാൻ ഒരിക്കൽ വെച്ചപ്പം എന്താ പറയണ്ടേ, ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. കാരണം കുറച്ച് വെന്ത് പോയി ഞാനും. അപ്പം നമ്മൾ 2ാമത്തെ വെക്കലിനാണ് സക്സസ് ആയത്. പിന്നെ 3ാമത്തെ വെക്കലിന് ഞാൻ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം പഠിച്ചു പോയി. ഇത് മസാലയാക്കും, ബിരിയാണിക്കുള്ള മസാലയിലാക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ എന്താ പറയുക ബിരിയാണി റൈസ് ഞാൻ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. എന്ന് വെച്ചാൽ 3ാമത്തെ തവണയാണ്. കുഴപ്പമൊന്നുമില്ല, എനിക്ക് നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് 2 തവണയും. ആദ്യത്തെ പ്രാവശ്യം ഫ്ലോപ്പാകും ചേച്ചിട്ട് 2 തവണയും എനിക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നെയ്യിലിട്ട് വാട്ടിയിട്ട് നല്ലോണം വറുത്തെടുത്ത് അരി, പിന്നെ അതിലേക്ക് അതിൻ്റെ വെള്ളം എന്ന് വെച്ചാൽ നമ്മളെടുത്ത അളവിൻ്റെ ചോറിൻ്റെ ഡബിളായിട്ടുള്ള വെള്ളം ചോറിലേക്ക് ഒഴിക്കണം. അത് ഞാൻ തിളപ്പിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. അത് വെള്ളം അതാണ് ഞാൻ ഈ ചോറിലേക്ക് ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കണില്ല, തിളപ്പിച്ച് ഉള്ള വെള്ളമാണ്. ചോറിന് വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് ഈ അരിയിലേക്ക് ഞാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. കുക്കറിലാണ് വെക്കുന്നത്, പക്ഷേ കുക്കറിൻ്റെ വിസിലടിക്കൂല. കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ട്. എന്നാലും ഇതിൽ വേഗം ആയിക്കോളും. ഞാൻ അതിനെ കൊണ്ട് അടച്ച് നല്ലോണം തിളവന്നതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് നല്ലോണം തിള വരണം. നല്ലോണം വെട്ടിത്തിളച്ചാൽ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചാടെ വെച്ചാൽ മതി. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക. വെള്ളം വറ്റിയെന്ന് കണ്ടാൽ പിന്നെ അടച്ചു കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി വെച്ചിട്ട് അങ്ങനെ തന്നെ കൊത്തി വെച്ചാൽ മതി. അപ്പോൾ സംഭവം അവിടെ നിന്ന് റെഡി ആവിട്ട് നമുക്ക് പാത്രം കുറച്ച് കഴുകാനുണ്ട്. ഇന്ന് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ പാത്രം. അപ്പോൾ അതെല്ലാം ഒന്ന് വേഗം ഒന്ന് കഴുകിയിട്ട് അവിടെ വെക്കുക കേട്ടോ. നമ്മുടെ നെയ്ച്ചോറ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം പാകത്തിനുള്ള ഉപ്പും എല്ലാം കണക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പപ്പടം കൂടി വാട്ടിയിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് പപ്പടും പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി കുറച്ചുണ്ടോണ്ട് അതും കൂട്ടിയിട്ട് അതോട്ടിന് കൊടുക്കുക. അതുകൊണ്ട് ചിക്കൻ കറി കൂട്ടും സംശയമാണ്. പപ്പടവും ഇതും കൂട്ടിയിട്ട് അവൻ തിന്നും. വേറെ ഒന്നും വേണ്ട വരില്ല അവന്, അത് മാത്രമേ വേണ്ടൂ.
ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓന് കറി വേണ്ടാന്ന് പറഞ്ഞ് പപ്പടം മതി എന്ന് പറഞ്ഞുകൊണ്ട് പപ്പടവും ചോറാണ് കേട്ടോ കൊടുക്കുന്നത്. ചോറ് കുറച്ച് തിന്നു, ആ പപ്പടം ഉള്ളത് ഫുള്ള് അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നു. അതാണ് അവൻ്റെ പണി. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചോറ് കുറച്ച്. അവൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ചോറ് അടിച്ച് മാറ്റി ഞാൻ കഴിക്കുന്നു കേട്ടോ. പപ്പടവും അച്ചാറുണ്ടേനും പിന്നെ ഇന്നത്തെ ചിക്കൻ കറി ഉണ്ടേനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്